നമസ്കാരം. നിസ്സാര കാരണം പറഞ്ഞ് ചികിത്സ നിഷേധിക്കുകയും ചികിത്സാ രേഖകൾ ആവശ്യപ്പെട്ടാലും നൽകാതിരിക്കുകയും ചെയ്യുന്ന സ്വകാര്യ ആശുപത്രികൾക്ക് സർക്കാരിന്റെ പിടിവീഴും. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 2018 പറഞ്ഞിരിക്കുന്ന മുഴുവൻ നിബന്ധനകളും പാലിക്കണമെന്ന് കാട്ടി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. കഴിഞ്ഞ നവംബർ 26-ന് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് അടിസ്ഥാനമാക്കിയാണ് ഈ ഉത്തരവ്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് എല്ലാ ക്ലിനിക്കൽ സ്ഥാപനങ്ങളും പാലിക്കേണ്ട ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ സംസ്ഥാന സർക്കാരിനെതിരെ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് കർശനമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇത് പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. സർക്കാർ സ്വകാര്യ മേഖലയിലുള്ള എല്ലാ വിഭാഗം ആശുപത്രികളും സ്കാനിംഗ് സെന്ററുകളും മെഡിക്കൽ ലബോറട്ടറികളും ഈ ഉത്തരവിന് കീഴിൽ വരും. ആയുർവേദ, അലോപ്പതി, ഹോമിയോ, ദന്ത, നേത്ര ആശുപത്രികൾ അടക്കം ആക്ടിന്റെ പരിധിയിൽ വരുന്നുണ്ട്. ക്ലിനിക്കൽ സ്ഥാപനങ്ങൾക്ക് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യാതെ ഇനി പ്രവർത്തിക്കാൻ കഴിയില്ല. അത്യാഹിതം സംഭവിച്ചു വരുന്ന രോഗിയെ പ്രാഥമിക ചികിത്സ നൽകി അടിയന്തര സാഹചര്യം തരണം ചെയ്യാൻ സഹായിക്കേണ്ടത് ആശുപത്രിയുടെ ഉത്തരവാദിത്തമാണ്. മുൻകൂർ തുക അടച്ചില്ല, രേഖകളില്ല തുടങ്ങിയ കാരണങ്ങളാൽ ചികിത്സ നിഷേധിക്കരുത്. കൂടുതൽ സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റണമെങ്കിൽ അതിനുള്ള നടപടിയും ആശുപത്രികൾ സ്വീകരിക്കണം. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ചികിത്സാ രേഖകളും പരിശോധനാ റിപ്പോർട്ടുകളും രോഗികൾക്കും നിർബന്ധമായും കൈമാറണം. കൺസൾട്ടേഷൻ, പരിശോധന, ചികിത്സ, മറ്റു സേവനങ്ങൾ എന്നിവയുൾപ്പെടെ എല്ലാ നിരക്കുകളും ഉൾപ്പെടുത്തിയ ഇനം തിരിച്ചുള്ള ബിൽ രോഗികൾക്ക് നൽകണം. എല്ലാ ക്ലിനിക്കൽ സ്ഥാപനങ്ങളും പേഷ്യന്റ് ഇൻഫർമേഷൻ ബ്രോഷർ സ്ഥാപനത്തിന്റെ വെബ്സൈറ്റിൽ ഡൗൺലോഡ് ചെയ്യാവുന്ന തരത്തിൽ ലഭ്യമാക്കണം. ഇത് സ്ഥാപനത്തിൽ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ പ്രദർശിപ്പിക്കുകയും വേണം. സ്ഥാപനത്തിൽ ലഭ്യമായ സേവനങ്ങളുടെയും സൗകര്യങ്ങളുടെയും നിരക്കുകളും പാക്കേജുകളും നിലവിലുള്ള കിടക്ക വിവരങ്ങൾ, ICU, ഓപ്പറേഷൻ തിയേറ്റർ വിവരങ്ങൾ, രോഗിയുടെ അവകാശങ്ങൾ, സ്ഥാപനത്തിൽ പരാതി ബോധിപ്പിക്കേണ്ട ഓഫീസറുടെ പേരും തസ്തികയും, ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ പേരും തസ്തികയും ഫോൺ നമ്പരും ഇമെയിൽ വിലാസവും ബോർഡിൽ പ്രദർശിപ്പിച്ചിരിക്കണം. ഇങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നതിൽ കൂടുതൽ നിരക്കുകൾ രോഗിയിൽ നിന്ന് ഈടാക്കാനും പാടില്ല. നിയമം കർശനമാക്കുന്നതോടെ സ്വകാര്യ ക്ലിനിക്കൽ സ്ഥാപനങ്ങൾക്കെതിരായ പരാതികളിൽ തീരുമാനമാകുമെന്ന പ്രതീക്ഷയിലാണ് രോഗികളിപ്പോൾ. നിലവിൽ ആശുപത്രികൾക്കെതിരെ ഉയരുന്ന പരാതികളിൽ ഒരു നടപടിയും ഉണ്ടാകാറില്ല. ചികിത്സ നിഷേധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഈ സമീപകാലത്ത് ആശുപത്രികൾക്കെതിരെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ആശുപത്രി അധികൃതർ നൽകുന്ന പരാതികളിൽ എതിർത്ത് സംസാരിക്കുന്നവരെ അകത്താക്കാനുള്ള വകുപ്പുകൾ നിലവിലുണ്ട്. ആശുപത്രി സംരക്ഷണ നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുമുണ്ട്. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമം കർശനമാക്കുന്നതിലൂടെ രോഗികൾക്കും ബന്ധുക്കൾക്കും പരാതിപ്പെടാനുള്ള ഒരു വേദി തുറന്നുകൂടി കിട്ടുകയാണ്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ കോടതിയെ അടക്കം സമീപിച്ച് അത് നേടിയെടുക്കാനും കഴിയും. ഇത് സാധാരണക്കാരായ ഒട്ടേറെ രോഗികൾക്ക് ഗുണം നൽകുന്നതാണ്.